and happy Christmas to you all. നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് അവിടെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അറിയാം. അപ്പോൾ കുറച്ച് നേരം ഇനി നമ്മളോടൊപ്പം നമ്മുടെ ചാനലിനോടൊപ്പം നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം അല്ലേ. അപ്പോൾ ഒരു ക്രിസ്മസ് ആയിട്ടൊരു സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. 2013 ഒരു പിടി നല്ല 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 മധുര ഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ച സെലിബ്രിറ്റി സിംഗേഴ്സ് എന്ന് നമ്മളോടൊപ്പം ഉണ്ട് ഈ ഒരു ചാറ്റ് ഷോയിൽ പങ്കെടുക്കാനായിട്ട്. സോ ഇനി അവരുടെ വിശേഷങ്ങൾ നമുക്കറിയാം. അതിനു മുമ്പ് അവർക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ നജീം അർഷാദ്, സച്ചിൻ വാര്യർ, മൃദുല, പൂർണ്ണശ്രീ. അപ്പോൾ ഇപ്പം ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഇവരുടെ പാട്ടും അതുപോലെ തന്നെ രസകരമായിട്ടുള്ള വിശേഷങ്ങളും കുറച്ച് കോമഡി എലമെന്റും എല്ലാം നമുക്ക് കാണാം വഴി. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ എന്ന് പറയുമ്പോൾ അല്ല, പ്രായത്തിലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പുള്ളിക്കാരൻ ടെൻഷൻ അടിച്ചു പോയി. നമ്മുടെ നജീമാണ്. അപ്പോൾ നജീമിൽ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. ഇപ്പോൾ ഈ ഒരു 2013 എന്ന് പറയുമ്പോൾ നജീമിനെ സംബന്ധിച്ച് ഒരുപാട് പാടിയതെല്ലാം ഹിറ്റാണ് അല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി നടൻ, അതുപോലെ തന്നെ ദൃശ്യം. അപ്പോൾ എന്താണ് ഈ ഒരു 2013 ഈ ഇപ്പോൾ കഴിയാൻ പോകുന്ന ഈ ഒരു വർഷത്തെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞാൽ 2013 എനിക്ക് വളരെ ഒരു ഭാഗ്യവർഷമായിരുന്നു. ഈ പറഞ്ഞ പോലെ എൻ്റെ വലിയ ആഗ്രഹമാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന സ്നേഹിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ നല്ല കോമ്പോസിഷൻ കിട്ടുമ്പോൾ അതിനും വലിയൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ എനിക്ക് ഈ വർഷം പാടാൻ പറ്റി. നല്ല നല്ല എല്ലാം നല്ല ഒരു സൂപ്പർ ഹിറ്റിലോട്ട് ആ സിനിമകൾ എത്തപ്പെട്ടു. അങ്ങനെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടു. വലിയ സന്തോഷത്തിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ക്രിസ്മസിന് ഇരട്ടി മധുരത്തിലാണ് 2 പടം റിലീസ് ചെയ്തു, ദൃശ്യം അതുപോലെ ഇന്ത്യൻ പ്രണയത. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ദൃശ്യം എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അതിലൊരു ഗാനം എൻ്റെ മനസ്സിലിങ്ങനെ ഓടിയെത്തിയത്. അപ്പോൾ നമുക്കായിട്ട് ആ ഒരു സോങ്ങിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ. എന്നിട്ട് ഒരു സ്പെഷ്യൽ ചാറ്റ് ഷോ ആദ്യം നമുക്ക് ദൃശ്യത്തിൽ ആ പാട്ടൊന്ന്. ശരി, പാടാം. കുസൃതികൾ തൻ മധുരവുമായി ഓരമ്മക്കിളിയും രണ്ടോമൽ കുരുന്നും മാറിൽ കൂടെ നേർത്തും മാനസം തണലാക്കി. കണ്ടു കണ്ടു കണ്ടിനിയും മതിയായിവരെ പൊന്നിൻ കിരണമാം തിലകം തൊട്ടും കൊണ്ടേ ചിരികളുടെ മാത്രം ചിറകടിയുമാ കൊഞ്ചൽ മഴത്തു നെഞ്ചത്തുടിപ്പിൽ തേച്ചുണ്ടി പറക്കും മാറിവിൽ കൂടെ നേർത്തും മാസം തണലാക്കി. പെയ്തു പെയ്തു വരും
വരൂ കാറ്റിലുലയാതെ ചേർന്നു കഴിയാൻ സ്നേഹമണി കോർത്തുമെനയും എൻ ചെല്ലക്കൂടില്ലേ ഞാനെന്നും കൂട്ടില്ലേ. അങ്ങനെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ് ആയിരുന്നു നജീം നമുക്കായിട്ട് പാടി തന്നത്. ഇത് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അത്രയും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു. ആൻഡ് നജീമിനോടൊപ്പം തന്നെ എന്താ പറയാ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു സുന്ദരിക്കുട്ടി ഇരിക്കുന്നുണ്ട്, മൃദുല. മൃദുലയ്ക്ക് ഭയങ്കര കോംപ്ലിമെന്റ് ഇഷ്ടപ്പെട്ടേ. പൂർണ്ണശ്രീ ഇപ്പൊ എന്നെ ഇവിടെ വന്ന് അടിക്കും. ഞാൻ വരാം, ഇതിനേക്കാളും നല്ലൊരു ഇൻട്രോ ഞാൻ ഇപ്പൊ കാത്തു വെക്കാം കേട്ടോ. ഞാൻ മൃദുല, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം തന്നെയാണ്. എന്താ പറയുക, 2013 ശരിക്കൊരു ഭാഗ്യവർഷം തന്നെയാണ് എന്നെ സംബന്ധിച്ച്. ഒരുപാട് നല്ല ഗാനങ്ങൾ, പ്രത്യേകിച്ച് കളിമണ്ണിൽ നല്ലൊരു പാട്ട് പാടാനുള്ള അവസരം കിട്ടി. ജനങ്ങളത് ഇരുകൈ നീട്ടി സ്വീകരിച്ചു. എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വർഷമാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ മാരേജ് കഴിഞ്ഞൊരു വർഷം കൂടിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് തന്നെയാണ്. അപ്പം അത്രയും നല്ലൊരു പാർട്ട്ണറെ ദൈവം തന്നു. പുള്ളി ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് അപ്പോഴേ എന്തായാലും നമ്മളെല്ലാവരും കണ്ടു അത്രയും കെയറിങ് ആണ് പുള്ളിക്കാരൻ. ആൻഡ് നമ്മൾ കളിമണ്ണിലേക്ക് വരികയാണെങ്കിൽ തന്നെ എങ്ങനെയായിരുന്നു സാറിൻ്റെ കൂടെയുള്ള ഒരു എന്താ പറയുക, ജയചന്ദ്രൻ സാറിൻ്റെ കൂടെയുള്ള ആ ഒരു കെമിസ്ട്രി, ആ ഒരു എക്സ്പീരിയൻസ്? ജയചന്ദ്രൻ സാറിൻ്റെ വേറെ 2 പാട്ടുകൾ നേരത്തെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഓഫർ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ കളിമണ്ണ് നമ്മൾ ആദ്യം കുറേ കാലമായിട്ട് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു, വിവാദം ഒക്കെ ഒരുപാട് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്താണ് ഈ കളിമണ്ണിലേക്കാണ് ഈ പാട്ട് പാടാൻ വിളിക്കുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ പിന്നെ ബ്ലെസ്സി സാറിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതെ. അപ്പോൾ അതിൽ പാടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം നല്ലൊരു പാട്ടായിരുന്നു അത്. ജയചന്ദ്രൻ സാറിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ONV സാറിൻ്റെ ലിറിക്സ് ആയിരുന്നു. അപ്പം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ലിറിസിസ്റ്റിൻ്റെ പാട്ട് പാടാൻ പറ്റുകയെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ആ പാട്ട് നല്ലൊരു മെലോഡിയസ് ആയിട്ടുള്ളൊരു സ്വീറ്റ് നമ്പറാണ്, സ്വീറ്റ് സോങ് ആണ്. അപ്പം എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ അമ്മമാരും എല്ലാ കുഞ്ഞു അവകളൊക്കെ ഉറങ്ങുന്നത് ഈ ഒരു പാട്ട് കേട്ടിട്ടാണ്. അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താരാട്ട് പാട്ടാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഗസ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ശരിയാവില്ല. തീർച്ചയായിട്ടും ആ പാട്ട് നമുക്ക് എന്തായാലും മൃദുലയെ കൊണ്ട് പാടിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മൃദുലയുടെ ലാലി ലാലി എന്നുള്ള ആ ബ്യൂട്ടിഫുൾ സോങ് ഒന്ന് കേൾക്കാം. ചൊല്ലുമോരായിരം കുഞ്ഞി കഥകളുടെ തേൻകൂടി എന്നോ മനി ഒരു
ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുള്ളത് നമ്മുടെ സച്ചിൻ്റെ അടുത്താണ്. സച്ചിൻ വാര്യർ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പിടി ഗാനങ്ങൾ നമുക്കായിട്ട് പാടി തന്നു. ആൻഡ് എന്താണ് അതിലൊരു മാജിക്കൽ പൗഡർ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല. തൊട്ടതെല്ലാം മുന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രം ദ വെരി ബിഗിനിങ് മലർവാടി ആർട്സ് ക്ലബ്ബ് എടുത്തു, അതുപോലെ തന്നെ തട്ടത്തിൻ മറയത്തിലെ മുത്തുച്ചിപ്പി പോലെ, ദെൻ 10:30 AM ലോക്കൽ കോൾ, അങ്ങനെ ഏതൊക്കെ പാടുന്നു അതൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ആൻഡ് അതിലെല്ലാം ഒരു എലമെന്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ഏതാണ് എലിമെന്റ്? കണ്ടോ, ഇത്ര പോകുന്ന വരെ അറിയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കഴിഞ്ഞ വർഷത്തെ ഒന്ന് നോക്കി കാണുമ്പോൾ? കഴിഞ്ഞ വർഷത്തിന് മുമ്പാണ് ആക്ച്വലി മുത്തുച്ചിപ്പി ഇറങ്ങിയത്. മുത്തുച്ചിപ്പി വാസ് ഇൻ 2012, അപ്പോൾ ലേറ്റ് 2012 അത് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞൊരു ഭയങ്കര പോസിറ്റീവ് വൈബ്സിലാണ് തുടങ്ങിയത്. കാരണം ഞാൻ ഒരുപാട് കാലം ഡ്രീം ചെയ്തിരുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആ പാട്ട് തന്നത്. ശരിക്കും ഒരു അത്രയും വലിയൊരു റെസ്പോൺസ് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. റെക്കോർഡ് ചെയ്യുമ്പോഴോ അത് ഇറങ്ങുമ്പോഴോ ഒന്നും വിചാരിച്ചില്ല. പക്ഷേ ഫൈനലി നല്ല റെസ്പോൺസ് കിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് അതിൻ്റെ പോസിറ്റിവിറ്റിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായി. അതിനുശേഷം ഗോപിസുന്ദറിനെ മീറ്റ് ചെയ്തു. ഗോപിസുന്ദറിൻ്റെ കഴിഞ്ഞ വർഷം 3 പാട്ട് ഇറങ്ങി. അതിനുശേഷം പിന്നെ നേരത്തിൽ നിവിൻ പോളിൻ്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അതിനുശേഷം ഒരുപാട് പാട്ടിൽ പാടി. എൻ്റെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒരു സ്റ്റുഡിയോയിൽ ഒരു പാട്ട് പാടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടണം എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം അങ്ങനെയല്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് കിട്ടിയതൊക്കെ ശരിക്കും ഒരു മിറാക്കുലസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വർഷം ഹാസ് ബീൻ ഡെഫിനറ്റ്ലി വെരി ലക്കി ഫോർ ഓൾ ഓഫ് us. നമുക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യം തന്ന വർഷമാണ്. അപ്പം വെരി ഹാപ്പി ടു ബി ഹിയർ. യെസ്, 10:30 AM ലോക്കൽ കോളിൽ വളരെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ട്. അത് നമുക്കായിട്ടൊന്ന് പാടിത്തരുമോ? ഏതോ സായാഹ്ന സ്വപ്നങ്ങളിൽ എന്നോ ഞാൻ കണ്ട വർണ്ണങ്ങളിൽ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. മൂകം തേടി ദൂരെ ദൂരെ പുലരി തൻ രാഗം പാടാനോർത്തു. ഏതോ കാവ്യം കാതിൽ ചൊല്ലി വെറുമൊരു വരി മാത്രം. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി. മറയരുതേ നീ താനേ വീഴും വേനൽ പൂവായി താഴെ താഴെ ഇതളടിയരുതേ നീ. കരയും കടലലയുമായി തുടരും പ്രണയമെവിടെ പകരാം ഇരുവരിലെന്നും പ്രിയേ. കരയും കടലലയുമായി തുടരും പ്രണയമെവിടെ പകരാം ഇരുവരിലെന്നും പ്രിയേ.
എന്തായാലും ഇനി നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടി ഇവിടെ ഉണ്ട്, അങ്ങനെ പറയുന്ന പൂർണ്ണശ്രീ. അപ്പോൾ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ തന്നെ ഏകദേശം കുറേ നാളായി ഇപ്പോൾ ഈ ഒരു പ്ലേ ബാക്ക് ഫീൽഡിൽ വന്നിരിക്കണു. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഭ്രമരത്തിലായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു മോളൂ ഈ ഒരു ഫീൽഡിലേക്കുള്ളൊരു എൻട്രി? ഞാൻ ആദ്യം 2008 ഒരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പം അതിലെ ജൂറി മോഹൻ സിത്താര സാറായിരുന്നു. അപ്പം അങ്ങനെ സാറിന്റെ ഫിലിമിൽ തന്നെ ആദ്യം പാടി. ഇത്തിരി കുറുമ്പൊക്കെയുള്ള കുട്ടിയാണ് ഞങ്ങള്. ആ ഒരു കുറുമ്പിത്തരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ എന്താ പറയാ പ്ലീസിങ് ആയിട്ടും ആൾക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്ന് പാടാൻ പറ്റിയ ഒരു സിംഗറാണ് പൂർണ്ണശ്രീ. അപ്പൊ പൂർണ്ണക്കുട്ടിയുടെ അണ്ണാറ കണ്ണാവ എന്നൊരു സോങ് നമുക്ക് കേൾക്കാം. അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തും കൂടാൻ വാ. അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തും കൂടാൻ വാ. മൂവാണ്ടൻ മാവേൽ വാവ ഒരു പുന്നാര തേൻ കനി താത്ത. നങ്ങേലി പശുവിന്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം. ഒരു കാം ഞാൻ പൊന്നോണം ചങ്ങാതി. അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. മുട്ടോളമെത്തുന്ന പാവാടയുടുത്തൊരു തൊട്ടാവാടി പെണ്ണെ. ഓ മുക്കൂറ്റി ചാന്തിന്റെ കുറിയും വരച്ചു നീ ഒരു നാളരികിൽ വരാമോ. ഒരു നാളരികിൽ വരാമോ. പൊന്നാതിരത്തേൻ ചന്ദ്രികയിൽ നീയും ഞാനും നീരാടി. ചിറ്റോളങ്ങൾ നീയും പുഴയിൽ കച്ചോലത്തിൻ മണമൊഴുകി. ഹൃദയം കവർന്നു നിന്നാണം. അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. എന്നാളും കാണുമ്പോൾ ഒന്നായി പാടുവാനുണ്ടല്ലോ ഒരു പാട്ട്. ഓ എണ്ണാത്ത സ്വപ്നങ്ങൾ കുന്നോളം കൂടുമ്പോൾ കാണാനുള്ളൊരു കൂട്ട്. കാണാനുള്ളൊരു കൂട്ട്. എങ്ങോ കാലം മായ്ച്ചു കഴിഞ്ഞു സ്നേഹം കോറും ചിത്രങ്ങൾ. എങ്ങോ ദൂരെ പോയി മറഞ്ഞു മേഘം പോലെ മോഹങ്ങൾ. എന്നാലും എന്നാലും വന്നോർമ്മകൾ. ഇവരുടെ സോങ്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയായിരിക്കും. എന്നാലും ബിഹൈൻഡ് ദ സ്റ്റേജ് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ക്യാമറ ഇവർ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ നജീംക്ക വിചാരിക്കുന്നുണ്ട് പണി അങ്ങോട്ടാണ് ആദ്യം പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നജീം അർഷാദിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ചോദിക്കാം, എല്ലാം മലയാളത്തിൽ മാത്രം ഇങ്ങോട്ട് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. മലയാളം മതി. മലയാളം പോലും അറിയില്ല പറയാൻ. ശരി. എപ്പോഴും നമ്മൾ എവിടെ പോയാലും നജീം അർഷാദ് ആ ഒരു സ്റ്റേജിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് വിനയത്തിന് പര്യായം എന്താന്ന് ചോദിച്ചാൽ ഈക്വൽ ടു നജീം അർഷാദ്. ചുമക്കില്ല, എല്ലാവർക്കും ചുമ വരുന്നുണ്ട്. ഭയങ്കര ചുമ. ഞാൻ വിചാരിക്കാറുണ്ട് എന്താ എല്ലാവരും ഇങ്ങനെ പറയണേ, എല്ലാവർക്കും അങ്ങനെ തെറ്റായിട്ടുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അല്ല, ആക്ച്വലി എന്താണ് ഇതിന്റെ ഒരു വാസ്തവം? വിനയം എന്ന് പറഞ്ഞാല് ഞാന് അങ്ങനെ എല്ലായിടത്തും ഇല്ല. കാരണം കാണിക്കേണ്ടടുത്ത് ഞാൻ എന്തായാലും കാണിക്കും. സെയിം ഏജ് ഉള്ളപ്പം സിച്ചിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നിൽക്കണ്ടല്ലോ, ആ ഒരു രീതിയുള്ളൂ. അങ്ങനെ കാണിച്ചാൽ അത് അമിത
വിനയം അഭിനയമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഞാൻ കാണിക്കാറില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ വിനയം ഉള്ള ഒരു സ്വഭാവമൊന്നുമില്ല. അവിടെ എന്താണ് പുലിയാണ്, പുലി. സ്നേഹനിധിയായ പുലി എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. അല്ല, ഉണ്ടാക്കിയെടുക്കുന്നതല്ല വിനയം. ഇവരൊക്കെ ചുമച്ചില്ല, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സത്യമായിട്ടും അങ്ങനെയല്ല. നജീം എപ്പോഴും നജീമിന്റെ ഈ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നജീമിന്റെ ഇത്രയും വലിയൊരു വിജയം എന്ന് പറയുന്നത് നജീമിന്റെ ഈ ഒരു സിംപ്ലിസിറ്റി ആണ് കേട്ടോ. ഞാനത് പൊക്കി പറയല്ല. അപ്പോൾ നമുക്ക് ഏതായാലും വീണ്ടും ഒരു സോങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ആൻഡ് ഈ സോങ് നമുക്ക് പാടിത്തരുന്നത് നമ്മുടെ നജീം തന്നെയാണ്. സോ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം. മാനത്തുതിച്ചത് മണ്ണിൽ വിരിഞ്ഞല്ലോ മാണിക്ക് പൂങ്കുയിലാണ്. ഇനി പാറിപ്പറക്കണം, പാട്ടൊന്നു പാടണം, കൂടെ ഇരിക്കാൻ വാഹോ. എത്താ കൊമ്പില്ല, ഇനിയും വിട്ടാൽ വീഴില്ല, കിട്ടാ പൂവില്ല, തീയും തൊട്ടാൽ കൊള്ളില്ല. കനവുകളെന്നിതിലെ കതിരൊളിന്നരികെ, കനവുകളൊന്നകലെ കുളിരല വന്നിവിടെ. എങ്ങെങ്ങും പൊന്നോടക്കിളി വന്നതുപോലുണര്. ഹോ, എത്താ കൊമ്പല്ല, ഇനിയും വിട്ടാ വീഴില്ല, കിട്ടാ പൂവില്ല, തീയും തൊട്ടാ കൊള്ളില്ല. വിണ്ണിലൊരു ബാൻഡടി, കൊമ്പുകുഴൽ കോർക്കണി, ഇടവക പള്ളിയിൽ വരിയായി വെൺമേഘം, പുഞ്ചവയൽ കതിരുമായി കൊഞ്ചി വരും പ്രാവുകൾ, വെള്ളിമണൽ പായയിൽ നുരയും പാൽച്ചിരി, കാലത്ത് ഓരത്ത് പൂക്കൾ വിൽക്കണ പൂക്കാരി, കുന്നോളം പൂക്കൊണ്ട് ആകെ മൂടണം, വഴിയൊരുക്കണം. മാനത്തുതിച്ചത് മണ്ണിൽ വിരിഞ്ഞല്ലോ മാണിക്ക പൂങ്കുയിലാണ്. ഇനി പാറിപ്പറക്കണം, പാട്ടൊന്നു പാടണം, കൂടെ ഇരിക്കാൻ വാ. ഓ, എത്താ കൊമ്പില്ല, ഇനിയും വിട്ടാൽ വീഴില്ല, കിട്ടാ പൂവില്ല, തീയും തൊട്ടാ കൊള്ളില്ല. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണല്ലോ അല്ലേ ഇത്? അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഒരു കുടുംബിനിയായി ഹസ്ബൻഡിനോടൊപ്പമാണ്. സോ എങ്ങനെയാണ് കുക്കിംഗ് ഒക്കെ പഠിച്ചോ? ഇത്തവണ ക്രിസ്മസിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ? എങ്ങനെയൊക്കെയാണ്? നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചറിയാം, അവിടെ ഇരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നു നല്ല ചോറുണ്ടാവും, പിന്നെ അവര് കേട്ടില്ല, അവരൊക്കെ എഡിറ്റ് ചെയ്തു. അല്ല, എന്തായാലും സത്യത്തിൽ എങ്ങനെയാണ്, എന്തൊക്കെ ട്രാൻസിഷൻസ് ആണ് ലൈഫിൽ വന്നത്? ലൈഫിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലുതായിട്ടൊരു ചേഞ്ച് വന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. വീട്ടിൽ എന്താ പറയുക, അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തുനിന്ന് എനിക്ക് നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും എനിക്ക്. ഹസ്ബൻഡ് നല്ല ഫ്രണ്ട്ലി ആണ്, സപ്പോർട്ടീവാണ്. പിന്നെ അവിടെ ഫാമിലി അതെ. അതുകൊണ്ട് എനിക്കൊരു വേറൊരു വീട്ടിലേക്ക് പോയത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതാണ്. അപ്പം പ്രത്യേകിച്ച് ഈ ഒരു പ്രൊഫഷൻ കൂടി ആകുമ്പോൾ അറിയാലോ, പലരും അങ്ങനെ ഈ കല്യാണത്തിന് ശേഷം അത് ഫുൾ സ്റ്റോപ്പ് ആക്കേണ്ടി വന്നിട്ടുണ്ട് പലർക്കും. പക്ഷേ അതൊന്നും ഇല്ലാതെ നേരത്തെ എത്രത്തോളം എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ പറയാം. മൃദുലയെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ സാർ നമുക്ക് പറഞ്ഞു തരും, കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്നൊക്കെ. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ? ശരിക്കും എന്താ പറയുക, എല്ലാ സിംഗേഴ്സിൻ്റെയും ഒരു മോഹമായിരിക്കും ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ സാറിൻ്റെ കുറേ പാട്ടുകൾ കേട്ടിട്ടാണ് വളർന്നത് തന്നെ. അപ്പം അത്രയും സീനിയർ ആയിട്ടുള്ളൊരു മ്യൂസീഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ആഗ്രഹമായി മാറി. അപ്പോൾ അങ്ങനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ സാർ വിളിക്കുന്നത്. അപ്പോൾ ഒരു പാട്ട് പാടാനാണ് ആദ്യം വിളിച്ചത്. അപ്പം ആ പാട്ട് പാടി ഇഷ്ടപ്പെട്ടപ്പോൾ വേറൊരു പാട്ട് തന്നെ അപ്പോൾ
കേൾപ്പിച്ച് അതും കൂടെ പഠിച്ച് പാടണം എന്ന് പറയണ്ടായി. അപ്പം ഒരു പോക്കിന് തന്നെ രണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി. അപ്പം അത് ഭയങ്കര സന്തോഷമായി. ശരിക്കും നടനായിരുന്നു ആദ്യം പാടിയത്, നടനിൽ മൂളി വരുന്ന. മൂളി വരുന്ന മുളങ്കാറ്റിൽ ഒരു കുമ്പിൾ മലരുണ്ടോ, മലരതിൻ്റെ ഇടനെഞ്ചിൽ നിറയും നിലവില്ലയോ, ആ നിലവിൻ നിറമില്ലയോ. മൂളി വരുന്ന മുളങ്കാറ്റിൽ ഒരു കുമ്പിൾ മലരുണ്ടോ, മലരതിൻ്റെ ഇടനെഞ്ചിൽ നിറയും നിലവില്ലയോ, ആ നിലവിൻ നിറമില്ലയോ. മെല്ലെ നീങ്ങി മായുകയായി നീലമേഘത്തിരശ്ശീല, ചായമിട്ടൊരുങ്ങി നിന്നു ദൂരെയേതു താരകം. മെല്ലെ നീങ്ങി മായുകയായി നീലമേഘത്തിരശ്ശീല, ചായമിട്ടൊരുങ്ങി നിന്നു ദൂരെയേതു താരകം. കളിയരങ്ങുണരും നേരം നാട്ടുപച്ച കിളിമകളെ, ഇതിലേ വരുമാ കുറുമൊഴിയേ. ഓടി വരുന്ന മുളങ്കാറ്റിൽ ഒരു കുമ്പിൾ മലരുണ്ടോ, മലരതിൻ്റെ ഇടനെഞ്ചിൽ നിറയും നിലവില്ലയോ, ആ നിലവിൻ നിറമില്ലയോ. ഇനി സച്ചിൻ്റെ അടുത്ത്, സച്ചിൻ ഇപ്പോൾ വിശേഷങ്ങളൊക്കെ നജീമിൻ്റെ അടുത്ത് ചോദിച്ചു. ഇനി സച്ചിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലെ സൗഹൃദങ്ങളെ പറ്റി. ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, വരാൻ കാരണം തന്നെ വിനീതേട്ടനും ഷാനേട്ടനാണ്. അപ്പോൾ അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ തുടങ്ങാം. ബിക്കോസ് അവരെനിക്ക് തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മച്ച് ബിയോണ്ട് ഒരു ന്യൂ കമറിന് കൊടുക്കുന്നതിന്, ഒരു നോർമലി ഒരാൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. കാരണം മലർവാടി മാത്രം പാടി, മലർവാടിയിൽ ഒരു ഫുൾ സോങ് ഞാൻ പാടിയിട്ടില്ല, ജസ്റ്റ് ഒരു പാട്ടിൽ 2-3 ലൈൻസേ പാടിയിട്ടില്ല. അപ്പോൾ അത് പാടുന്ന സമയത്ത് തന്നെ അവരെന്നെ ഷോസിനൊക്കെ വിളിക്കും. എവിടെ ഷോസ് ഉണ്ടെങ്കിലും എന്നെ വിളിക്കും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് US-ലൊരു ഫുൾ ഒരു 1 month ടൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എന്നെ വിളിച്ചപ്പോൾ ഒരു ന്യൂ കമറിന് തരാവുന്നതിനേക്കാൾ അപ്പുറം സപ്പോർട്ട് എനിക്ക് തന്നെ. അപ്പം ആ സമയത്തുള്ള മ്യൂസിക്കിനെ പറ്റിയുള്ള ഡിസ്കഷൻസും അവരുടെ ഡ്രീംസിനെ പറ്റി അവർ ഡിസ്കസ് ചെയ്യുമ്പം നമുക്ക് ഭയങ്കര പാഷൻ തോന്നും. ഒരു കാറ്റിൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവുമണയും, ഒരു ചെപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹമായി. ഒരു കാറ്റിൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവുമണയും, ഒരു ചെപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹമായി. പൂവിൻ്റെ മാറിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളി പോൽ ആർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊരാ മുഖമെന്നെന്നും നീ അറിയൂ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറി പാറി എന്നും എൻ്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ.
പൂർണ്ണശ്രീയുടെ അടുത്ത് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മോഹൻ സിത്താര സാറായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്, ഒരു കെമിസ്ട്രിയാണ്. കാരണം ആളുടെ 2-3 സോങ്ങും മോൾ തന്നെയാണ് പാടിയത് അല്ലേ? അപ്പം എങ്ങനെയായിരുന്നു ആളുടെ അടുത്ത് നിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റിയത്? സാറ് ഞാൻ ആദ്യം പോയപ്പോൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആദ്യം പോയപ്പോൾ എത്രയിലായിരുന്നു? 8th-ലോ 7th-ലോ? 2010. ശരി. അപ്പോൾ എനിക്ക് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ പോയി. വളരെ സിമ്പിളാണ്. അയ്യോ ഭയങ്കര, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. സാറിന് ഒരു മോനുണ്ട്, കാരണം ഇപ്പോഴേ അറിയാം സക്കറിയുടെ ഗർഭിണികളുടെ മ്യൂസിക് ഡയറക്ടർ. അന്ന് ചേട്ടനായിരുന്നു, അന്ന് നമുക്ക് അറിയില്ല ഇത്ര വലിയ സംഭവം. ചേട്ടനെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്യില്ല, വന്നു പോകും. ഇടയ്ക്ക് ഇങ്ങനെ സാറിന് ഇക്ലിയൊക്കെ കിട്ടും. സാർ ഇങ്ങനെ ഭയങ്കര ഭയങ്കര തമാശ. അപ്പോൾ അത്രയും ഫ്രീ ആയിരുന്നു. അപ്പം എന്താ പറയുക, ഓരോന്നും ഇങ്ങനെ ഇത് ചെയ്ത് തെറ്റൊന്നും ചെയ്യില്ല. സൗണ്ട് എഞ്ചിനീയർ പറയാം അല്ല അവിടെ ഫ്ലാറ്റ് എവിടെ എന്നൊക്കെ പറയും. പക്ഷെ മോൻസിത്ത പറയാം ചിത്രം എന്നല്ലല്ലോ, അത് ആ കൊച്ചല്ലേ പാടേ കുറച്ചൊക്കെ. സാർ അങ്ങനെ അത്ര പെർഫെക്റ്റ് ഒറ്റ സ്ട്രെച്ചിന് അങ്ങ് പോയ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. തിക്കൊരിക്കൽ പുത്തൻ നെൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. തിക്കൊരിക്കൽ പുത്തൻ നെൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. അന്നു തൊട്ടേ പതിവായി കണ്ടുമുട്ടി പങ്കെടുത്തും കൊടുത്തും ചങ്കിണക്കി തൂവൽ ചീകും ചുണ്ടാൽ ചൊല്ലി നീയും ചങ്ങാതി ഹായ് ഞാനും ചങ്ങാതി. തിക്കൊരിക്കൽ പുത്തൻ നെൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. വെണ്ണത്തുണ്ടനം വിളിയെ കല്ലെറിഞ്ഞ് താഴെയിടാം ഉന്നമിടും കുറുമ്പോ അക്കരെ കുന്നിലെത്തി. കുഞ്ഞുമുട്ട കുന്നതിലോ പമ്മിയൊന്നു ചെന്നണയെ ചന്ദിരനോ പതുക്കെ കള്ളനെ പോലൊളിച്ചേ മിന്നും കമ്മൽ 2 കൊണ്ടേ നീ വരില്ലേ കുഞ്ഞിൻ കയ്യിൽ നൽകാതെ കാതിൽ നീടല്ലേ ചക്കരക്കയ്യോ വേദനിക്കില്ലേ ഓ. അങ്ങനെ നമ്മുടെ എന്താ പറയുക മോഹൻ സിത്താര സാറിൽ നിന്നും പൂർണ്ണശ്രീയുടെ ആ ഒരു എന്തൊക്കെയാണ് പഠിച്ചത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ, അതായത് നജീമിന് ഏറ്റവും ഒരു ബ്രേക്ക് കിട്ടിയത് ഡയമണ്ട് നെക്ലസ് മുതലായിരുന്നു അല്ലേ? അപ്പോൾ ഡയമണ്ട് നെക്ലസിലെ തൊട്ടു ലാൽ ജോസ് സർ അതുപോലെ തന്നെ വിദ്യാസാഗർജി ഇവരുടെ ഒരു കോമ്പിനേഷൻ, ആൻഡ് അതിനുശേഷം പുള്ളിപ്പുലിയും മാട്ടിൻകുട്ടിയും, ആൻഡ് ഇപ്പോൾ സത്യനന്ദിക്കാട് അതുപോലെ തന്നെ വിദ്യാസാഗർജി കോമ്പിനേഷനിൽ വീണ്ടും ഒരു സോങ് പാടിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എന്തൊക്കെ ആളിൽ നിന്ന് പഠിച്ചു? ആ ഒരു കൂട്ടുകെട്ടിനെ പറ്റി? വിദ്യാസാഗർ സാർ എന്ന് പറയുമ്പോൾ വളരെ അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ ഗാനങ്ങളൊക്കെ പാടി വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഒരു സ്റ്റേജ് ഷോയിൽ അദ്ദേഹത്തിന് മുമ്പിൽ പാടാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ അന്ന് ഞാൻ പോയി കണ്ടിരുന്നു. പിന്നെ അതിൻ്റെ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഡയമണ്ട് നെക്ലസിലേക്ക് വിളിക്കുന്നത്. പാടുന്ന സമയത്ത് പോലും ഇന്നെ പാടാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇത് ജസ്റ്റ് വോയിസ് ടെസ്റ്റിന് വേണ്ടി വിളിച്ചതാണ്. ആക്ച്വലി അത് പാട്ട് 2 പേര് പാടിയിട്ടുണ്ട്. ആ പാട്ട് എൻ്റെ പാട്ട് വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാനൊരു ദുബായിലൊരു ഷോയ്ക്ക് പോയപ്പോഴാണ് നാദർഷയൊക്കെ വന്നിട്ട് പറഞ്ഞു, എടാ നിൻ്റെ ഡയമണ്ട് നെക്ലസിൽ പാട്ട് സൂപ്പറായിരുന്നു പറഞ്ഞു. ഏത് പാട്ട്? ഞാനെപ്പോഴാണ് അറിയുന്നത് ആ പാട്ടല്ലേ എന്നുള്ള. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം അത് ഇത്രയും വലിയൊരു ബാനർ പടത്തിലേക്ക് അത് എന്നെ സെലക്ട് ചെയ്തത് ലാൽ ജോസ് സാറായിരുന്നു. അപ്പോൾ അതിനും വലിയൊരു ബിഗ് താങ്ക്സ്. കാരണം എൻ്റെ കരിയറിൽ കാരണം ഞാൻ സിനിമയിൽ പാടാന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പടങ്ങളൊക്കെ പാടിയിരുന്ന ഒരു 2-3 വർഷം നല്ല സ്ട്രഗിളായിരുന്നു. അതിനുശേഷം ഒരു കരിയർ ബ്രേക്ക് കിട്ടിയൊരു പടമായിരുന്നു ഡയമണ്ട് നെക്ലസ്. അത് ഒരു വലിയൊരു ഡയമണ്ട് തന്നെയായിരുന്നു എൻ്റെ ലൈഫിൽ. അതെ അതെ. അതിനുശേഷം കിട്ടിയ പടങ്ങളെല്ലാം തന്നെ വലിയ ബാനർ പടങ്ങളാണ് എനിക്ക് കിട്ടിയിരുന്നത്, എല്ലാ പടങ്ങളും നോക്കുവാണെങ്കിൽ. അപ്പോൾ വിദ്യാസാഗർ സാറിനോടാണ് എൻ്റെ
താങ്ക്സ്. പിന്നെ അദ്ദേഹം നല്ല നല്ല പിന്നെ പുള്ളിപ്പുലികൾ ആട്ടിൻകുട്ടിനെ വിളിച്ചു, അതിലും നല്ലൊരു പാട്ട് കൂട്ടിമുട്ടിയ കണ്ണുചുരൻ, അത് സുജാത ചേച്ചിയും ഞാനും കൂടെ ഉള്ളൊരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു. അതും നല്ല ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആയിരുന്നു. ലാസ്റ്റ് വീണ്ടും പ്രണയകഥ. നീ ഒരു തെന്നലായി ഞാനൊരു ചില്ലയായി ആടിയുലഞ്ഞു പോയി വിലോലനായി, ഞാനൊരു ദീപമായി നീ അതിൽ നാളമായി ആളിയുണർന്നു പോയി പ്രകാശമായി, പ്രണയാകാശമേ ചിറകേകിടുമോ ഒരു പൂമ്പാറ്റയായി പറന്നേറിടുവാൻ, കണ്ണിലെ മലരമ്പിനാൽ എൻ്റെ തങ്കമേ മുറിവേറ്റു ഞാൻ, ഓമനപ്പൂവേ ഓമനക്കോമള താമരപ്പൂവേ രാവുമാനില്ലേ, ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തേ, കാറൊളിച്ചേലുള്ള പൊക്കിരി വണ്ടേ നാണമാവില്ലേ, ദൂരെ മാറി നിന്നൂടെ പാതിരാത്തരകൾ കാണൂലേ. ആൻഡ് ഇനി സച്ചിൻ്റെ അടുത്ത് അൽഫോൺസ് എങ്ങനെയാണ്? അൽഫോൺസ് പുത്രൻ വിനീതൻ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം എലി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. വിനീതനെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവരൊരു റിലേഷൻഷിപ്പ് പണ്ടേ ഉണ്ട്. വിനീതൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മനുഷ്യനാണ്. കാരണം അൽഫോൺസ് ഏട്ടൻ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും മിനിമം റിസോഴ്സസ് വെച്ചിട്ട് നേരം നല്ല ഫിലിം ഉണ്ടാക്കാൻ, ഒരു നോർമൽ ഫിലിം ഉണ്ടാക്കേണ്ട ബഡ്ജറ്റോ റിക്വയർമെന്റ്സോ ഒന്നുമില്ല. ലൈറ്റിംഗ് പോലും മര്യാദയ്ക്ക് ഇല്ലാണ്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എഡിറ്റിങ്ങും കളറിങ്ങും ഒക്കെ ചെയ്തത് അൽഫോൺസ് ഏട്ടൻ്റെ ചെറിയൊരു റൂമിൽ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ കുറച്ച് ഏരിയ അത്രയേ ഉള്ളൂ അൽഫോൺസ് ഏട്ടൻ്റെ ചെന്നൈയിലെ റൂം എന്ന് പറഞ്ഞാൽ. ആ റൂമിൽ വെച്ചിട്ടാണ് നേരം എന്നുള്ള ഫുൾ ഫിലിം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് ഒരു ഇത്രയും വലിയ ഫിലിം ഉണ്ടാക്കുന്നത് ഒരു ഭയങ്കര കറേജിയസ് ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഹി ഈസ് നൗ ഡൂയിങ് ഹിസ് ഹിന്ദി ഫിലിം, ഫസ്റ്റ് ഹിന്ദി ഫിലിം നൗ. കഥയിലോ കവിത എഴുതിയോ പ്രണയം പകരുവാൻ കഴിയുമോ, മനസ്സിനതിരുകൾ മായുമനുഭവം അത് പറയുവാൻ കഴിയുമോ, ഓർക്കാതെ ഓരോന്നോതി നിന്നെ ഞാൻ നോവിച്ചാലും മിണ്ടാതെ കണ്ണിൽ നോക്കി പുഞ്ചിരിച്ച സഖി, എന്നിട്ടും ഇഷ്ടം തീരാതിന്നോളം നിന്നില്ലേ നീ വരുമെന്നൊരു വാക്കും ചൊല്ലാതെ, വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നിൻ ജീവനിലേറിയതാരോ, കാറ്റിൽ കണ്ണിമത്തിൽ അടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാരോ. കഴിഞ്ഞ പാട്ടുകളൊക്കെ സോളോ പെർഫോമൻസ് ആയിരുന്നു. അടുത്തത് നമുക്കൊരു ഡുവറ്റ് സോങ് കേട്ടാലോ? പറങ്കിമല എന്ന പുതിയ ചിത്രത്തിലെ അഫ്സൽ യൂസഫ് ഈണം നൽകിയ ഒരു സൂപ്പർ സോങ് നമുക്കായിട്ട് പാടിത്തരാൻ പോകുന്നത്, ഈ സോങ് ശരിക്കും പാടിയിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ്, നജീമും അതുപോലെ തന്നെ മൃദുലയും. അപ്പൊ രണ്ടുപേരും ഇവിടെയുണ്ട്. ആ ഗാനം നമുക്കൊന്ന് ആസ്വദിക്കാം. നീല നിലാവിലലിഞ്ഞ വികാരമൊഴിഞ്ഞു മറഞ്ഞൊരു രാവുകളിൽ പതിവായി വരും മൃദുശ്യാമ മനോഹര ശലഭം നീ, ജന്മമതിൽ പല ജന്മമതിൽ ഇനിയെന്നും പിരിയാ പ്രണയം നീ, മഴയിൽ നിറയും പുഴ പോലെ ഇളവെയിലിൻ പകലിൻ ചിരി പോലെ. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു? സോഷ്യൽ മീഡിയ വളരെ ഒരു എന്താ ഭയങ്കര ഇതാണ്, നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് റിപ്ലൈസ്. അവരുടെ ഒരു സോങ് ഇട്ടാലും നമുക്ക് അവരുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടും. ഭയങ്കര സപ്പോർട്ടാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ അവരുടെ അടുത്ത് കാരണം ഈ ഒരു താങ്ക്സ് കൂടി പറയാണ് ഫേസ്ബുക്കിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും. അത്രയ്ക്കും സ്നേഹവും ഒക്കെ നമുക്ക് കറക്റ്റ് നേരിട്ട് അറിയാൻ പറ്റും അതിലൂടെ. ആൻഡ് ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ സ്വന്തം അക്കൗണ്ടിൽ. അപ്പോൾ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്താൽ എങ്ങനെയായിരിക്കും കൂടുതൽ, ഗേൾസ് ആണോ ബോയ്സ് ആണോ? അങ്ങനെ
എന്താ തോന്നുന്നു? എന്നെ നോക്കിയിട്ടില്ല. അങ്ങനെ എന്നെയൊന്നും നോക്കിയിട്ടില്ല. അത് മെളിമയുടെ ഒരു ഫാക്ടറായിട്ട് പറഞ്ഞതാണ്. അങ്ങനൊന്നുമില്ല, അങ്ങനെ നോക്കാറൊന്നുമില്ല. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാന്നുള്ളൂ. ഫീമെയിൽ ഒരുപാട് ഫാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സ്ഥിരമായിട്ട് ഫോൺ വരെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എപ്പോഴും വിളിക്കുക? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെയോ ഷൂട്ട് 15 മിനിറ്റ് ലേറ്റ് ആവാൻ കാരണം നജീം ഫോൺ പിടിച്ച് പുറത്തു പോയി നിന്നതാ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു വേളയിൽ ഞങ്ങൾക്ക് പറയണം കേട്ടോ. കാരണം ഇത്ര നേരം ഫോണിലായിരുന്നു ഞങ്ങൾ അത് ഞാൻ ഇങ്ങനെ വാട്സാപ്പിലൊക്കെ ഓരോ മെസ്സേജ് വന്നോണ്ടിരിക്കുക, റിപ്ലൈ ചാറ്റ് ചെയ്ത്. പെൺകുട്ടികളാവണമെന്നില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഈ തെറ്റായ വ്യാഖ്യാനം ഉണ്ടാക്കുന്നത്? ഞാൻ മര്യാദക്ക് ജീവിച്ചു പോകുന്നു. എന്തിനാ വെറുതെ കുളം തോണ്ടുന്നതെന്നാണ്. അങ്ങനൊന്നുമില്ല, ഒരു എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. എല്ലാവരും പല രീതിയിലുള്ള മെസ്സേജുകൾ വരാറുണ്ട്. എന്താണ്, നമ്മൾ ആരെയും ഡിസ്കറേജ് ചെയ്യാറില്ല, എൻകറേജും ചെയ്യാറില്ല. കാരണം ഇവരാണല്ലോ ഈ പാട്ടൊക്കെ കേൾക്കേണ്ടത്. ഒരു ലൈക്കൊക്കെ പോവും യൂട്യൂബില്. എന്താ വില? സച്ചിൻ ഇതിനോട് യോജിക്കുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? എന്തിനോട്? സോഷ്യൽ മീഡിയ. ബിക്കോസ് ഞാൻ ഈ ഫിലിം ഫീൽഡിലേക്ക് വന്ന തന്നെ സോഷ്യൽ മീഡിയ കാരണം. ബിക്കോസ് ഞാൻ മലർവാടി ആർട്സ് ക്ലബ്ബിൽ എത്താൻ കാരണം വിനീതേട്ടനും ഷാനേട്ടനും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അവരാണ് പുതിയ സിംഗേഴ്സിനെ വേണം എന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ അവർക്ക് റിപ്ലൈ അയച്ചത്. അപ്പം ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ കാരണമാണ്, സോഷ്യൽ മീഡിയയിൽ കിട്ടിയ ഒരു എക്സ്പോഷർ കാരണമാണ് എനിക്ക് ഇത്രയും, കാരണം അവരെ ഒരു സർക്കിളിൽ എത്തിപ്പെടാൻ പറ്റിയത് അത് കാരണം തന്നെ ബേസിക്കലി. പിന്നെ ഡെഫിനറ്റ്ലി നല്ല ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മളൊരു ഷാനോട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്രിറ്റിസിസവും എന്തായാലും ക്രിറ്റിസിസം ആയാലും പോസിറ്റീവ് ആയാലും അപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് ഉണ്ടാവും. പിന്നെ റെഗുലറായിട്ട് പാട്ടുകളുടെ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരുണ്ട്. സോ നമ്മൾ കുറച്ച് പേരുടെ ഒപ്പീനിയന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ല. ഇപ്പം ഫേസ്ബുക്കിൽ തന്നെ മീറ്റ് ചെയ്ത ആൾക്കാർ നമ്മുടെ ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. പുതിയ പാട്ടുടെ വാട്ട് ഇസ് ഹി ഗോയിങ് ടു സേ, അങ്ങനെ ഒരു വെയിറ്റിംഗ് അപ്പ് ഉണ്ട്. അപ്പോൾ കുറച്ച് പേര് എപ്പോഴും റെഗുലറായിട്ട് ഒപ്പീനിയൻ പറയും, അവരുടെ ഒപ്പീനിയൻ വാല്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ 2013 അവസാനിക്കാനായിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി വരുന്നത് 2014 ആണ്. അപ്പോൾ ആ ഒരു ന്യൂ ഇയറിനെ കുറിച്ച്, ന്യൂ ഇയർ വിഷസ് നിങ്ങളോട് പറയാനായിട്ട് നമ്മുടെ എല്ലാ സിംഗേഴ്സിനും ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ നജീം എന്താ പറയാനുണ്ട്? എല്ലാവരോടും വളരെ വളരെ താങ്ക്സ് ഉണ്ട്. കാരണം നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം നല്ല എന്താണ് ആശംസകളും പിന്നെ അതുപോലെ നല്ലൊരു ന്യൂ ഇയർ കൂടി വിഷ് ചെയ്യുന്നു. അടുത്ത വർഷം ഇതുപോലെ വന്നിരിക്കാനുള്ളൊരു ഭാഗ്യം പഠിച്ചുണ്ടാക്കി തരട്ടെ എന്തായാലും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓവർ ടു യു സച്ചിൻ. നിങ്ങൾ തന്നൊരു സപ്പോർട്ട് നമുക്ക് ഒരു ന്യൂ കമ്പറിന് തരുന്നേക്കാളും കൂടുതൽ സപ്പോർട്ട് പലരും തന്നിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇനിയും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവട്ടെ അടുത്ത വർഷം. വിഷിംഗ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. ആൻഡ് പൂർണ്ണശ്രീ. അതേമാതിരി തന്നെ എല്ലാവർക്കും ഇനി വരാൻ പോണ ഇയർ മാത്രമല്ല എല്ലാ ഇയറും നന്നായിട്ട് പോട്ടെ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ആൻഡ് മൃദുല. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും ഞങ്ങളുടെ കൂടെ എല്ലാവരും എപ്പോഴും ഉണ്ടാവണം എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഐശ്വര്യമൊക്കെ നിറഞ്ഞ ഒരു വർഷം ആശംസിക്കുന്നു. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ. വാതിൽ തുറക്കൂ നീ കാലമേ. അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വള്ളിയിൽ മുട്ടിട്ട പൊൻപൂവേ, അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വള്ളിയിൽ മുട്ടിട്ട പൊൻപൂവേ, കണ്ണീലിരാഴുമ്പോൾ കൈ നീ തരേണമേ, കടലിനു മീതെ നടന്നവനേ. വാതിൽ തുറക്കൂ നീ കാലമേ.
ഇത്രയും തിരക്കുള്ള നേരത്തിൽ നിങ്ങൾ എല്ലാവരും വന്നു നമ്മുടെ ഷോനോട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച് ടു ഓൾ ഓഫ് യു. ആൻഡ് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, ഇവരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ. താങ്ക് യു.